ഹലോ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയിട്ടാണ് വന്നിരിക്കണേ. ഇന്നത്തെ ദിവസം അതൊന്ന് കണ്ടാലോ. ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട. രാവിലെ 7:15. വലൈക്കും സലാം. പത്ത് മണിക്ക് മദ്രസ വിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. എന്നാലിപ്പോൾ തായ്ലൻഡിലേക്ക് പോയ ഷോർട്സ് ഞങ്ങൾ വിട്ടില്ലേ. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഇപ്പം കൊണ്ടുവരാൻ എല്ലാവരും റെഡിയായി. ഞങ്ങളൊക്കെ വണ്ടി കയറി. മേലാറ്റൂരുണ്ട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നല്ല രസമുണ്ടായിരുന്നു. വണ്ടി എല്ലാവരും ഉണ്ടായത്. ഓരോ വിറ്റൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോവാണ്. ഞങ്ങൾ സ്കൂളെത്താനേക്കുണ്ടോ. അപ്പോൾ സ്കൂൾ കാണാത്തോലും ഉണ്ട് വണ്ടിയിൽ. ഇതാണ് സ്കൂള്. ഞങ്ങൾ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തിയപ്പോഴത്തേന് ഗേറ്റ് അടച്ചു. തീവണ്ടി ഇപ്പം വരും. ഇപ്പം ഒന്ന് ഇറങ്ങണമെന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇനി ഞങ്ങൾ ഈ വണ്ടികളൊക്കെ പോയി ആ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോഴത്തേന് ജീവണ്ടി പോവുകയും ചെയ്യും. ഇപ്പം ഇറങ്ങണ കാണൂല. തീവണ്ടിനൊക്കെ എടുത്ത് കാണേണ്ട ഒരു സിറ്റുവേഷനിൽ ഞങ്ങളത് കണ്ടില്ല. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേന് ഇപ്പം തീവണ്ടി ഇറങ്ങി. ഞങ്ങളവിടെ കാത്തുക്കണം. ജില്ലയിൽ പൊട്ടിച്ചത് പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങി. ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്ന് ഞങ്ങൾ പന്ത് കളിച്ചു. എന്നിട്ട് ഞങ്ങൾ നല്ല തേങ്ങാച്ചോറും നാടൻ കോഴിൻ്റെ കറിയുണ്ട്. അത് കഴിഞ്ഞിട്ടാ സ്ട്രോബെറിൻ്റെ ഐസ്ക്രീം. പൂടാണ് ഇത്രയും പൂവുണ്ട്. പൂക്കളൊക്കെ വെച്ച് ഒരു ഓണപ്പൂ ഉണ്ടാക്കും. ഓണക്ക കയ്യിൽ നിങ്ങൾ കുറച്ച് പിന്നെ ആറ് ചിത്രം വരക്കണം. ചിഞ്ചോ അതും മതിയായിട്ടില്ലെങ്കിലോ. പൂക്കളി തികയാത്ത വന്നപ്പോ പിന്നെ ഞങ്ങൾ പറിച്ചു തന്നെ കേട്ടോ. എത്ര പറിച്ചിട്ടും പൂക്കളെന്ന് അറിയണ്ടേ. അങ്ങനെ പൂക്കളം റെഡി. എനിക്കിഷ്ടപ്പെട്ടോ. അതിൻ്റെ ക്ഷീണം മാറ്റാൻ കുറച്ച് നേരം ഫോണൊക്കെ കണ്ടിരുന്നു. പിന്നെ അതാ അടുക്കളയിൽ നിന്ന് ഓരോ ഒച്ചയായിട്ട് അങ്ങനെ വണ്ടി ചെന്നതാ. ഉമ്മച്ചി വറുത്തൊക്കെ മുറിച്ചാണ് കാണുന്നത്. വായിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വറുത്തക്കനെ കാണുന്നത്. വലിയൊരു പീസിൻ്റെ അടുത്താണ് തിന്നൽ തുടങ്ങി.
ഔ നല്ലൊരു മധുരം. പിന്നെ അമ്മച്ചി എല്ലാവർക്കും ഓരിച്ചു. ആ കഴിഞ്ഞിട്ട് ഒരു ജ്യൂസ് കൂടി. വെള്ളം ഫുള്ളാ വേറെ എന്തെങ്കിലും വേണോ? എന്ത് ജ്യൂസാ? ഞങ്ങൾ മുന്നൊക്കെ കുളിച്ച് ഫ്രഷായി. മരുവിന് വാങ്ങിക്കൊടുത്തപ്പോൾ നിസ്കരിച്ചും ചെയ്തു. അത് കഴിഞ്ഞേക്കിനാണ് മുട്ടായി ഓടിയിരിക്കുന്നത്. മുട്ടായികളൊക്കെ ഓടിച്ചു. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ മുട്ടായി ഇത്രയൊക്കെ ഉണ്ടോ? നോട്ടെ മുന്നേന്റേതാ? എങ്ങനെയുണ്ട് മുട്ടായി? മെച്ചിക്കരി പൊട്ടുന്നു. പിന്നെ ആള് ഖുറാനോത്തും എഴുത്തൊക്കെ കഴിഞ്ഞ്, എഴുത്തും വായനയും ഒക്കെ കഴിഞ്ഞിട്ടോ. അടിപൊളി മന്തിയാണ്. അയ്യോ